ഒരു സ്റ്റേജിന് ശേഷം എനിക്ക് അച്ഛൻ വന്നാൽ മതി എന്ന് തോന്നും. കാരണം അവിടെ വന്നിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ് പറയുകയാണ് ഇതിന് ഇത്രയും മാർക്കേ ഉള്ളൂ, ഇത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അച്ഛൻ പറയുന്നത് ഈ കുറച്ചും മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അച്ഛൻ പറയും അതിന് അത്രയും മാർക്കൊക്കെ മതി. ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം വേറൊരു ലൈഫ് ജീവിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് എന്താ പറയുക, ആസ് എ പേഴ്സൺ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു. അപ്പൊ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതെന്താ അച്ഛൻ ഏറ്റവും നല്ല സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാണ്ട് ഇവിടെയൊക്കെ എന്താ കൊണ്ടുപോയിരുന്നു? ആ അച്ഛൻ പറഞ്ഞു ഇത് കാണണം, ഇതെല്ലാം അറിയണം. ആരെങ്കിലും ഒക്കെ എഴുതി എവിടെയെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടായി അതിനകത്തോട്ട് എന്നെ പ്ലേസ് ചെയ്ത് എന്നെ ആലോചിച്ചൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല. ഈ സോറി പറയിപ്പിക്കാന്നുള്ളതും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി സോറി പറയുന്നതും രണ്ട് സോറികളാണെന്ന് തോന്നാറുണ്ട്. സോ ഹൗ വാസ് ഇറ്റ് ഇൻ ദ ഫാമിലി? സിനിമയിലേക്ക് പോകുമ്പോഴും ഈ തുടക്കം ഇങ്ങനെ ഒരു മോർണിംഗ് വാക്കിൽ പോയിട്ട് ജോഷി സാറിന്റെ ഒരു സിനിമ കാണുകയും അങ്ങനെ ഷൂട്ടിങ്ങിൽ കയറി അങ്ങനെ അങ്ങനെയല്ലേ സംഭവിച്ചത്? അതെ അതെ, ഞാനൊരു ജോഗിങ്ങിന് പോയപ്പോൾ ഷൂട്ടിന്റെ സെറ്റ് നിന്ന് വിളിച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ വീട്ടിലോട്ട് വരുമ്പോൾ അച്ഛൻ പ്രിയനന്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലേ, പുള്ളിയുടെ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ തൃശ്ശൂരാണ് ജനിച്ചു വളർന്നൊക്കെ. അപ്പം ഞാനൊരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ഈ പറയുന്ന ഡയറക്ടർ പ്രിയനന്ദനും നെയ്ത്തുകാരെന്ന് പറഞ്ഞ സിനിമയുടെ ക്രൂ ആയിട്ട് ബോംബെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതായത് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആക്ടർ മുരളിയാണ്. അപ്പൊ അന്ന് സംഗീത നാടക അക്കാദമിയുടെ എന്തോ ആക്ടർ മുരളിക്ക് ഒരു എന്തോ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണുന്നതും. അച്ഛൻ ഇതുപോലെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്. തൃശ്ശൂർ നാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അവിടെ പോവുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും, അച്ഛൻ പണ്ട് നാടകത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ സിനിമയിലോട്ട് ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല, ഞാൻ അതിൽ ഫിറ്റിനാവും എന്നൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അഗൈൻ അപ്പൊ ഇത് ഞാൻ സിനിമയിലോട്ട് വരുമ്പോഴൊന്നും ഈ തരത്തില് ഇപ്പൊ ആൾക്കാർ പറയും പെർമിഷൻ ചോദിക്കണം, വീട്ടുകാർ സമ്മതിക്കോ, അങ്ങനത്തെ ഫാമിലി അല്ലായിരുന്നു. നമ്മള് ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലില്ല. ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂത്ത് ഫെസ്റ്റിവലിനും NCCയിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ മൂന്ന് പേരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഈ ഒരു ജെൻഡർ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വളർന്നിട്ടില്ല. അച്ഛൻ ഭയങ്കര ആ സൈഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. Tell me an instance about him. അങ്ങനെ അടിപൊളിയാണെന്ന് തോന്നാനുള്ള കാരണം, അതായത് ഇവിടെ ഇപ്പൊ ബേസിക് ലെവലിലുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഡ്രസ്സ് ഇടുന്ന കാര്യമാണെങ്കിലും, ലേറ്റ് ആയിട്ട് വരുന്ന കാര്യമാണെങ്കിലും, ഇപ്പൊ കോളേജ് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇപ്പം ഈ NCCക്കൊക്കെ ഉണ്ടായിരുന്നു, NCC ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അച്ഛൻ പണ്ട്, ഇതെനിക്ക് അറിയില്ല, ഇത് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പണ്ട് NCC ക്യാമ്പൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിരിക്കും ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അവിടുന്ന് അച്ഛൻ പിക്ക് ചെയ്യാൻ വരേണ്ടതാണ്. അപ്പൊ ഞാൻ വിളിക്കുമ്പോ അച്ഛൻ പറയും 10 മണിയൊക്കെ ആയിരിക്കും, നീ അവിടെ നടന്നു വന്നോന്ന് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര പേടിയാ, അതെങ്ങനെയാ രാത്രി നടന്നു വരുന്നത്. പക്ഷെ എന്നാലും ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ നടക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറയും, ഇതെന്താ അച്ഛൻ ഇങ്ങനെ, ഞാൻ പേടിച്ച്, ആര് പറഞ്ഞു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. അച്ഛൻ എന്നോട് പറയില്ല. അതെനിക്ക് അറിയില്ല ഒരു തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കുന്നതാണോ, മനസ്സിലായോ? അച്ഛനുണ്ട്, അച്ഛൻ ബാക്കിൽ അവിടെ ഒക്കെ ഉണ്ടാവും. അതുപോലെ കുറെ ഇൻസിഡൻസ് ഉണ്ട് അച്ഛന്റെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബോംബെയിൽ ആദ്യമായിട്ട് പോകുന്നത് ഈ നെയ്ത്തുകാരൻ ടീമുമായിട്ടാണ്. അപ്പൊ അന്ന് അതിലുള്ള എല്ലാവരും, അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് ഡേ ഉള്ളപ്പോൾ അവിടെ എന്തോ പാർക്കിൽ പോകണം, അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ ബോംബെയിൽ ചെന്നിട്ട് മറ്റേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കാണാൻ വേണ്ടി. അപ്പൊ അച്ഛൻ പറഞ്ഞു അവിടെ അല്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെയുള്ള ഏറ്റവും ഈ പറഞ്ഞ പോലെ കാമാത്തിപുരം പോലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഞാൻ കണ്ട ബോംബെ വളരെ മോശമാണ്. അവിടെയുള്ള ലോക്കൽ ട്രെയിനിലൊക്കെ അച്ഛനായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പൊ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതെന്താ അച്ഛൻ ഏറ്റവും നല്ല സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാണ്ട് ഇവിടെയൊക്കെ എന്താ കൊണ്ടുപോയിരുന്നു? ആ അച്ഛൻ പറഞ്ഞു ഇത് കാണണം, ഇതെല്ലാം അറിയണം. ബോംബെ എന്ന് പറയുമ്പോൾ ഇതും കൂടെ നീ അറിയണമെന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക. അന്ന് എനിക്കത് ഡൈജസ്റ്റ് ആവില്ല. പക്ഷെ പിന്നീട് ഞാൻ എന്നുവെച്ചാൽ ഇതെല്ലാം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ എന്തിലോട്ടാണ് റൂട്ട് ചെയ്തത് എന്നുള്ളതേ
ആ ഇനീക്വാളിറ്റി മനസ്സിലായി എന്നുള്ളതാണ് ദിവ്യക്ക് ആ ഒരു വിസിറ്റിലൂടെ അല്ലേ? അതെ 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 അതെ. അതുപോലെ അച്ഛൻ തന്നെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് കൺസർവേറ്റീവ് അതങ്ങനെ ഭയങ്കര കൺവെൻഷണൽ ആയിരുന്നില്ല വീട്ടിൽ. ഇപ്പം കല്യാണം അത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാന്ന് പറയുന്ന ഫാമിലി തന്നെയായിരുന്നു. കാരണം അച്ഛനും അമ്മയും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എൻ്റെ 2 സിസ്റ്റേഴ്സും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പം അവർക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ അറിയുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഞാനിപ്പോ അല്ലാണ്ട് എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമല്ലോ ഒരാളെ കണ്ടുപിടിക്കാൻ എന്ന്. കാരണം അങ്ങനെ ആയിരുന്നില്ല വീട്ടില്. അതുപോലെ കല്യാണം കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ തോന്നുമ്പോൾ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന ഫാമിലി തന്നെയായിരുന്നു. Oh, that's amazing. Now when your dad is not there, how do you miss him? എവിടെയാണ് മിസ് ചെയ്യുന്നത് ഡാഡിനെ? കാരണം ഒരു ചെറിയ പ്രായത്തിൽ ഇൻഡിപെൻഡന്റ് ആയ ഒരു വ്യക്തി എവിടെയാണ് അച്ഛനെ മിസ് ചെയ്യുന്നത്? അച്ഛനെ മിസ് ചെയ്യുന്നത് ഞാൻ ചില സിറ്റുവേഷൻസിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിന് ശേഷം വിചാരിക്കും ഇത് അച്ഛൻ കാരണമാണല്ലോ ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്തതെന്ന്. ഇത് അച്ഛൻ തന്നിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളാണ്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് മിസ് ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ ഭയങ്കര ടോക്കറ്റീവാണ്. അച്ഛൻ കോളേജിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. നെഹ്റു കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞാൻ റീയൂണിയൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു 2019. 2020 അച്ഛൻ മരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, കോളേജ് ഗ്രൂപ്പുണ്ട്, അതിൽ അമ്മയുണ്ട്. അപ്പം എൻ്റെ ഈ പറയുന്ന പോലെ കാൻസ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് അയക്കും, കൺഗ്രാജുലേഷൻസ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഗണപതി എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പൊ അവര് പറയും ഗണപതിയുടെ മോളല്ലേ, വലിയ ഗണപതി പറയുമായിരുന്നു. അപ്പൊ അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ ഫ്രണ്ട് സർക്കിളിൽ പോയിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് അച്ഛൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഭയങ്കര സീരിയസ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് തരികയോ അങ്ങനെ ഒരു പാമ്പർ ചെയ്തിട്ടൊന്നും അല്ല വളർത്തിയത്. പക്ഷെ അച്ഛൻ ഫ്രണ്ട് സർക്കിളിൽ പോയിട്ട് ഭയങ്കര സംസാരം എന്നെ കുറിച്ചിട്ട്, ഭയങ്കര വീമ്പിളക്കലാണ്. അപ്പൊ അത് ഞാൻ പിന്നീട് അറിയുമ്പോ അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അയ്യോ ഇത് അവിടെ പോയി ഭയങ്കര വലിയ ആളാവും എന്നെ കുറിച്ച് പറഞ്ഞിട്ട്. പേരൻസ് എപ്പോഴും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഇപ്പം August 31 ആണ് അച്ഛൻ മരിച്ച ദിവസം. പക്ഷെ ആ ദിവസമല്ല, എനിക്ക് പല ദിവസങ്ങളിലും ഭയങ്കര പ്രശ്നം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേ ഒന്നും അല്ല. ചിലപ്പോ ആ ദിവസം ഞാൻ ചിലപ്പോ കൂളായിരിക്കും. അതുപോലെ അച്ഛന്റെ മരണശേഷം അത് കോവിഡിന്റെ ടൈമിലായിരുന്നു. ചേച്ചിമാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോവിഡ് ആയതുകൊണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പതുക്കെ ക്ലോഷർ കിട്ടിയ ഒരു സംഭവമാണ് അത്. ഇപ്പോഴും എനിക്ക് അതിന്റെ ബാക്കി ഉണ്ടോന്ന് എനിക്കറിയില്ല. ക്ലോഷർ ഇനിയും ബാക്കി കിട്ടാനുണ്ടോന്ന് അറിയില്ല. കാരണം 3 മാസം ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്നു. ഞാനും അമ്മയായിരുന്നു. അതായത് ഞാൻ അമ്മേനെയും ഇമോഷണലി അച്ഛനെയും ടേക്ക് കെയർ ചെയ്യണം. കോവിഡ് ആയതുകൊണ്ട് ഓരോ ഹോസ്പിറ്റൽസും ലാസ്റ്റ് മിനിറ്റ് ആണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അപ്പം ഓരോ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് എൻട്രി ചെയ്യണമെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ അതെല്ലാം ഞാനാ മാനേജ് ചെയ്തത്. ചേച്ചിമാർക്ക് വരാൻ പറ്റിയില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് ഒരു പ്രശ്നം കൊണ്ട്. അതുപോലെ മരിച്ച സമയത്താണെങ്കിലും എന്റെ പണി ഞാൻ വീഡിയോ കോളിൽ അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അച്ഛനെ. അപ്പൊ അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒട്ടും. അതായത് എനിക്കും ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എനിക്കും റിലീസ് ചെയ്യണമല്ലോ ഇത്. പക്ഷെ അതിനുള്ള അതെ. അപ്പം അതായത് ഹോസ്പിറ്റലിൽ തൊട്ട് മരിക്കുന്നിടം വരെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. കാരണം എല്ലാ കാര്യത്തിനും ഓടണം. ചിലപ്പോൾ ഒരു പെയിൻ കാരണം മിഡ് നൈറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ഗുളിക തപ്പിപ്പിടിച്ച് മേടിക്കാൻ പോകണമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താമസിക്കുന്ന വേറെ സ്ഥലത്തായിരുന്നു അച്ഛനും അമ്മയും താമസിച്ചത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോണായി. അപ്പം എന്നാ അച്ഛന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒരുപാട് ഒരു 2020 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മിക്സ്ഡ് ആണ്. അപ്പൊ അതെനിക്ക് ആ ടൈമിലും എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ കരയാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എനിക്ക് അമ്മയുടെ മുമ്പിൽ കരയണ്ട. അതായത് അതിനിപ്പോ എന്താ, അച്ഛൻ മരിച്ചു, നമുക്കറിയാലോ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണല്ലോ, അധികം ഒന്നും എല്ലാരും പറയുന്ന പോലെ അധികം കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. ആ ലോസ് എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും. വീട്ടിലുള്ള ഒരാള് മരിക്കുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും മരണം എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയാ, നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും പേടി മരണത്തിനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ
നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അവരെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തോന്നാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നും. അല്ലെങ്കിൽ ചില ഇവന്റ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആവും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ അച്ഛൻ്റെ കുറേ കോമഡി സൈഡുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ അച്ഛൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പതുക്കെ ഇരുന്ന് ട്രെയിനൊക്കെ വിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്ത് കമ്പാർട്ട്മെന്റിൽ പോയിട്ട് അച്ഛൻ്റെ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് അവിടെ ഒരു ഗ്രൂപ്പൊക്കെ ആവും. ഓൾറെഡി ഒരു ഗ്രൂപ്പൊക്കെ ആവും. അപ്പൊ ഓപ്പോസിറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഗ്രൂപ്പ് ഉണ്ടായ അപ്പുറത്ത് ഒന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ വരുന്നതാണ് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ വരുന്നതാണ്. ദേഷ്യത്തിലാണെങ്കിൽ അച്ഛൻ വന്നിവിടെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംസാരിച്ചിട്ട് അച്ഛന് പാവം ആൾക്കാരാണ്, എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചിട്ട് അതിനകത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അച്ഛന് ഓക്കെ അല്ലാത്ത എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ ആൾക്കാരായിരിക്കാം. അച്ഛൻ ഭയങ്കര സീരിയസ് ആണ്. അച്ഛൻ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും പോകുമ്പോ. നമ്മൾ പറയും എന്തിനാ ഇത്രയും സീരിയസ് ആവുന്നത്, അത് അച്ഛൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അടക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. പണ്ട് എപ്പോഴും ഇങ്ങനെ പ്രോഗ്രസ് കാർഡൊക്കെ ഒപ്പിടാൻ ആയിട്ട് എപ്പോഴും പറയും അച്ഛൻ വരണ്ട, അമ്മ വന്നാൽ അമ്മ എങ്ങനെയും. അപ്പൊ അമ്മ പറയില്ല, അച്ഛൻ തന്നെ വരാൻ വേണ്ടി ഇരിക്കുക, അച്ഛൻ വരാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ അമ്മ വാ എന്ന് പറയും. അവസാനം എങ്ങനെയും ഒക്കെ അച്ഛൻ വരാൻ വേണ്ടി ഇറങ്ങും. എനിക്ക് ആകെ ടെൻഷൻ ആവാറുണ്ട്. എന്തായിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആണ് അങ്ങനെ. പക്ഷെ ഒരു സ്റ്റേജിന് ശേഷം എനിക്ക് അച്ഛൻ വന്നാൽ മതി എന്ന് തോന്നും. കാരണം അവിടെ വന്നിട്ട് ഇപ്പൊ ടീച്ചേഴ്സ് പറയാണ് ഇതിന് ഇത്രയും മാർക്കേ ഉള്ളൂ, ഇത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അച്ഛൻ പറയുന്നത് ഈ കുറച്ചും മുമ്പേ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അച്ഛൻ പറയും അതിന് അത്രയും മാർക്കൊക്കെ മതി. പിന്നെ അല്ല, കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കുന്ന സമയമൊക്കെ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ ഞാൻ 8:30-9 മണി കഴിഞ്ഞാൽ പഠിക്കണ്ടെന്ന് പറയും, അത്രയും പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആളാണ് അച്ഛൻ. ശരിക്കും ഹോംവർക്ക് ഉള്ളപ്പോ അച്ഛൻ ബുക്ക് അടച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും മതിന്ന്. അത് അന്ന് എഫക്ട് ചെയ്യും. എനിക്ക് പിറ്റേ ദിവസം വന്ന് ഹോംവർക്ക് ചെയ്യാത്തവര് എഴുന്നേറ്റ് വെക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് വെക്കണ്ടേ, പക്ഷെ ഇത്രയും പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആള് തന്നെയാണ്. അതുപോലെ ഏത് സബ്ജക്ട് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് വളരെയധികം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ഡൈനാമിക്സ് എങ്ങനെയായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു ബാലൻസിങ് പവർ വേണമല്ലോ. അതെ. അപ്പം എനിക്കൊന്നു, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഒരുപാട് വായിക്കുന്ന, അല്ലെങ്കിൽ അച്ഛൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അച്ഛൻ വരുന്നത്. അപ്പൊ അച്ഛന്റെ ലോജിക്സും അച്ഛൻ പറയുന്ന കാര്യങ്ങളുടെ പുറകിലുള്ള കാര്യങ്ങളും ഒരു പക്ഷേ അമ്മയോട് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അച്ഛൻ്റെ ലാംഗ്വേജിലും അതിലൊക്കെ പറയുമ്പം ചിലപ്പം അവിടെ ഒരു എക്സ്പെക്ടേഷന്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണോ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു സംഭവമായിരിക്കും അമ്മയുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടില്ല. അതിനായിരിക്കും മിക്കപ്പോഴും ഉള്ള വഴക്കുകൾ സംഭവിക്കുന്നത്. അതിനായിരിക്കും ഇവരെങ്ങനെയാണ് മീറ്റ് ചെയ്തത്? ഇവരുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ. ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു. അമ്മ നേഴ്സായിരുന്നു. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആയിരുന്നു. കോയമ്പത്തൂരാണ്. എനിക്കറിയില്ല അമ്മ ഇത് പറഞ്ഞു, ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു. അപ്പോ അമ്മ അറിയട്ടെ. അപ്പോ അച്ഛനും അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അച്ഛൻ്റെ ഒരു സുഹൃത്തിന് വയ്യായിരുന്നു, അങ്ങനെ ചെന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അമ്മേനെ അച്ഛൻ മീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ഥിരം സന്ദർശകനായിട്ടാണ് ഞാൻ അറിഞ്ഞത്, അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും അമ്മയടുത്ത് പറയും, എല്ലാരും ഫ്രണ്ട്സിനോടൊക്കെ പറയും അമ്മ നേഴ്സും അച്ഛൻ പേഷ്യന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ് ഇവര് മീറ്റ് ചെയ്യുന്നത്, മാർച്ചിൽ കല്യാണമായിരുന്നു. അത്രയ്ക്കും ഫാസ്റ്റ് ഫോർവേഡ് മോഡിലായിരുന്നു. അതെ. അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ചേച്ചി എൽഡർ സിസ്റ്റർ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം റീസെന്റ് ആണ് അങ്ങോട്ട് പോയത്. അപ്പം അവിടെ വെച്ചിട്ട് ഇങ്ങനെ അമ്മ പറയും ഇത് ഈ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പൂ വാങ്ങിക്കുമായിരുന്നു എന്നൊക്കെ അമ്മ പറയും. കോയമ്പത്തൂര്. ഐ തിങ്ക് ഹിസ് ഷേപ്ഡ് യു ബ്യൂട്ടിഫുള്ളി വെൽ. എനിക്കറിയില്ല ദിവ്യ, കാരണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളൊരു ഈക്വൽ ആണ്. ഒരു ജെൻഡർ നമ്മുടെ മനസ്സിലില്ലാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾക്ക് ഒരു രീതിയിലും നമ്മൾ ഇൻഫീരിയർ അല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കണമെങ്കിൽ കുട്ടിക്കാലം മുതലേ വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ പേരൻസിൽ നിന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. അത് ഇൻ യുവർ കേസ് ഐ തിങ്ക് ഇറ്റ് ഈസ് യുവർ ഡാഡ് ഹു ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ
അതെ creating that equality in your head. ഇൻസൈഡ് ദ ഹൗസ്. Inside the house as well. Anyway, ഒരു കാർഡ് ഗെയിം ഉണ്ട്. Can we move to the card game? Yeah, sure. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് വെനസയുടെ കാർഡ്സ് ആണ്. ആൻഡ് ഷീസ് ഡിസൈൻ ദ കാർഡ്സ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. ആൻഡ് ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ആ കാർഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ദിവ്യ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത്. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ, എനിക്ക് തോന്നുന്നു വിനുവിന്റെ ഇന്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, എവിടെയോ പറയുന്നുണ്ട് പൈസ പോലും ഇല്ല, വാടക കാശ് കൊടുക്കാനില്ല, ലാസ്റ്റ് മിനിറ്റിൽ എവിടെയെങ്കിലും ഒരു ആഡ് വരികയും അങ്ങനെ മൊമെന്റിലേക്ക് വന്നിട്ട് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയ പൈസ ഇല്ലാതെ കടം വാങ്ങിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആക്ടിങ്ങിൽ എന്താണ് ഇത്രയും കാണുന്നത് ദാറ്റ് യു സ്റ്റിൽ ആർ ഹിയർ? ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു വലിയൊരു വാലിഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഇതിനു മുമ്പും ഇവിടുന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ആക്ടിങ്ങിൽ എന്താണുള്ളത് ഫോർ യു? പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. അതായത് ക്രാഫ്റ്റ് പഠിച്ചു തുടങ്ങിയത് പതുക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം വേറൊരു ലൈഫ് ജീവിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് എന്താ പറയുക, ആസ് എ പേഴ്സൺ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും നമ്മൾ കാണുന്നത് വേറെ ആളിലൂടെ ആണല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ, രശ്മിയുടെ കാര്യം പറഞ്ഞ പോലെ, നമുക്ക് ഓരോ ആളുകളെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മൾക്ക് വേറൊരാളായിട്ട് ബിഹേവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കാണുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ അത് കാണുമ്പോഴായിരിക്കില്ല, ഇപ്പൊ നമുക്കൊരു ഷോട്ട് റെഡി എന്ന് പറയുന്നിടത്തായിരിക്കാം എനിക്കൊരു ഹൈ കിട്ടുന്നത്. അതിന്റെ ഒരു ഹോൾ പ്രോസസ്സ് ഭയങ്കരമായിട്ട് അതിൽ എനിക്ക് ശരിക്കും ട്രിപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു തരം ഒരു തരം ക്രേസിനെസ് ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ ഭയങ്കര അൺസർട്ടൺ ആണല്ലോ. എന്നിട്ടും നമ്മൾ ഇവിടെ ഇത് തന്നെ മതി, എങ്ങോട്ടും പോകുന്നില്ല, വേറെ ഒരു ഓപ്ഷനും നോക്കുന്നില്ല, തോന്നുന്നില്ല. വേറെ ഓപ്ഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല, ഉറപ്പായിട്ടും. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് വേണ്ടെങ്കിൽ വേറെ ജോലി ചെയ്യാം, ഓപ്ഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല. അതുപോലെ പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ സിസ്റ്റേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ അകത്ത് തന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേക സുഖമുള്ള പോലെ തോന്നാറുണ്ട്. ഈ ടോർച്ചറിലൊരു സുഖം. അതെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു, ഭയങ്കര അൺസർട്ടനിറ്റി, പെട്ടെന്നൊരു, അതായത് നമ്മളിവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതിനെനിക്ക് തോന്നുന്നു പേഴ്സണലി ഞാൻ അത് എൻജോയ് ചെയ്യുന്നില്ല. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള റൊട്ടീൻ ഉണ്ടാവും, ഭയങ്കര അടിപൊളിയായിരിക്കും, സുഖമായിരിക്കും, സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. ഇത് പക്ഷെ അതില്ല. സമാധാനം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എവിടെയോ ഒരു തരത്തിലുള്ള ഒരു മാഡ്നെസ് ഉണ്ട് ഇതിന്. പെട്ടെന്ന് വരുന്നൊരു പ്രോജക്റ്റ്, പെട്ടെന്ന് വരുന്നൊരു സ്റ്റോറി, എല്ലാം പെട്ടെന്ന് വരുന്നതാണല്ലോ, അതിനോട് നമ്മൾ ഇന്നാവുകയാണ്. അപ്പം അതിനകത്ത് എവിടെയോ എനിക്ക് ഭയങ്കര ഹൈ കണ്ടെത്തുന്നുണ്ട്. പ്ലസ് ഈ അൺസർട്ടനിറ്റിയിലും എങ്ങനെയാണ്, ഒരുപാട് ഭയങ്കര ലോ ആയിട്ടില്ല പ്രൊഫഷണലി. അങ്ങനെ ആയിട്ടുണ്ട് ഉറപ്പായിട്ടും. ഭയങ്കര മോശമായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് ലോങ് ആയിട്ട് അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ വർക്ക് ഇല്ലാത്ത സമയത്ത് ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഒരു ഡാർക്ക് മെന്റൽ സ്റ്റേറ്റിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക ഇസ് എ പാർട്ട് ഓഫ് ബീങ് ആൻ ആക്ടർ ടു? ഇപ്പൊ റീസെന്റ് കുറച്ചായിട്ട്, ഇപ്പം അല്ലെങ്കിൽ പണ്ടായിരിക്കും കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു മൊമെന്റ് വരുമ്പം എനിക്ക് എപ്പോഴും എന്തെങ്കിലും രീതിയിൽ നിലനിൽക്കാനുള്ള ഒരു സംഭവം വന്നിരിക്കും. അപ്പൊ അതിന് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടുള്ളൊരു തരം ട്രസ്റ്റ് ഉണ്ട്. ഇല്ല, അത് വരും. നമ്മൾ ഈ സമയം കടന്നു പോകും. ദിസ് ടു ഷാൾ പാസ് എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് ഭയങ്കര വർക്കായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു തുടങ്ങി, എനിക്കിപ്പം ആരെങ്കിലും ഒക്കെ എഴുതി എവിടെയെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടായി അതിനകത്തോട്ട് എന്നെ പ്ലേസ് ചെയ്ത് എന്നെ ആലോചിച്ചൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ എനിക്ക് തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം, വേറെ സിനിമയായിട്ട് ബന്ധപ്പെട്ട വേറെ ക്രാഫ്റ്റ് പഠിക്കണം എന്ന് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അത് ചെയ്യുമായിരിക്കും. എന്ത് ക്രാഫ്റ്റ്? എനിക്ക് റൈറ്റിംഗ് പഠിക്കണം എന്നുണ്ട്. അപ്പം ട്രൈ ചെയ്യാറുണ്ട് ഇപ്പം എഴുതാനും ഒക്കെ. അപ്പം വിഷ്വൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ വെറുതെ സ്റ്റോറി എഴുതുന്ന പോലെ അല്ലല്ലോ. അപ്പം അതൊന്ന് പഠിക്കണം എന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ
എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു. അല്ല, ഇത് എന്തായാലും സംഭവിക്കും, അതൊരു സംശയമല്ലേ ദിവ്യ. ഞാൻ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇല്ലേ, എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു മൊമെന്റ് ഓഫ് ഫ്ലോ ഉണ്ടാവില്ലല്ലോ, ദിസ് മൊമെന്റ് വെ യു ഫീൽ യു ആർ വൺ വിത്ത് ദ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഞാനായി, അല്ലെങ്കിൽ ഞാൻ ആ ക്യാരക്ടറായി എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഷൂട്ടിംഗ് പ്രോസസ്, അല്ലെങ്കിൽ അതെ, എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഒരു ഇറ്റ്സ് എ മൊമെന്റ്. ആ ഒരു ഇത്, ആ മൊമെന്റ് എപ്പോഴാണ് സ്ക്രീനിൽ കണ്ടിട്ട് തോന്നിയത് ഇതില് ഞാനില്ല? അതായത് ഞാൻ ഏതെങ്കിലും പെർട്ടിക്കുലർ സീൻ പറയാം, ഏതെങ്കിലും പെർട്ടിക്കുലർ സീനോ ഏതെങ്കിലും പെർട്ടിക്കുലർ ഷൂട്ടിലുള്ള എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും? പായലിന്റെ സിനിമയിലുണ്ട്, ഉറപ്പായിട്ട് അതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനുമായിട്ട് എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എൻ്റെ ക്യാരക്ടർ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. ഇതുവരെ ചെയ്ത ഒരു കഥാപാത്രത്തിനും ആസ് എ ഹ്യൂമൻ എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്കിപ്പം ചില ക്യാരക്ടേഴ്സ് ആൾക്കാർ ചെയ്യുമ്പം അവർ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇത് ഒരുപാട് റിലേറ്റബിൾ ആണ്, എനിക്ക് കുറച്ച് ബിഹേവ് ചെയ്യേണ്ട, എനിക്ക് ഞാനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം പായലിന്റെ സിനിമയിലുള്ള അനു ആണെങ്കിൽ കൂടി ഒരു പക്ഷേ അതിൽ 25 years ഓൾഡ് ആണ്, ഞാനിപ്പോ 33 ആണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി വേറെയാണ്. എന്നാൽ കൂടി എൻ്റെ ഒരു യങ്ങർ സെൽഫൊക്കെ എനിക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ആ ഒരു തരത്തിലൊരു കണക്ഷൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതുവരെ ചെയ്തതിനകത്ത് ഒന്നും, ഇപ്പൊ രശ്മി ഒക്കെ എടുക്കുവാണെങ്കിൽ രശ്മി നടക്കുന്നതോ സ്ലാങ്ങോ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അതെ അല്ലേ? അപ്പം ഒന്നും റിലേറ്റബിൾ അല്ല, ഒന്നും എവിടെയും ഞാനില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണം. എനിക്ക് രശ്മിയുടെ നടത്തം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കോൺഷ്യസ്ലി ആയിരുന്നു ഇത്രയും സ്പീഡ് കൊടുത്ത്. അതെ, കുറച്ചെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കിംഗ് ക്ലാസ് സ്ത്രീകൾക്ക് ഒരു തരം സ്പീഡ് ഞാൻ ഒബ്സർവ് ചെയ്തു. എല്ലാവർക്കും അല്ല, കുറച്ച് സ്ത്രീകളിൽ. കാരണം അതിനൊരു സ്പീഡ് ഉണ്ടല്ലോ, ഈ ഗ്ലൗസ് ഉണ്ടാക്കുന്നതിൽ പെട്ടെന്നാണ്. ചിലപ്പോൾ ലൈഫിലോട്ടും ആ സ്പീഡ് റിതം വന്നേക്കാം. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് കാണുന്നുണ്ട്. അത് നമ്മളെ മറന്നുപോയി. ഇത് മറന്നുപോയി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് ആക്ച്വലി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അത് എപ്പോഴും തോന്നുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ കുറച്ചും മുമ്പേ പറഞ്ഞില്ലേ, എനിക്ക് എഴുതാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ഒരുപാട് ഐഡിയാസ് വരും മനസ്സിൽ. അത് നമുക്കിങ്ങനെ വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ടാവും, പക്ഷെ അത് പേപ്പറിലോട്ട് ആക്കാൻ അതേപോലെ എഴുതാൻ പറ്റാറില്ല. അപ്പം ഇതുപോലെ തോന്നാറുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് ആക്ച്വലി, അത് സംതിങ് എൽസ് എന്ന് തോന്നാറുണ്ട്. യെസ്, അങ്ങനെ തോന്നാറുണ്ട്. വേറെ അതാ എനിക്കത് പഠിക്കണം എന്ന് തോന്നാറുണ്ട്. ഇനിയുണ്ട് വേണ്ടേ? അല്ല, കുഴപ്പമില്ല, ഞാൻ തന്നെ ഇപ്പഴേ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ തോന്നിയതാണ്. യെസ് 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 എന്നുള്ള വാക്ക് കാണുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്? ഞാൻ പ്രോംപ്റ്റ് ചെയ്യാതിരുന്ന ഐ എം സ്റ്റിൽ ഹിയർ. അതായത് ഇപ്പം സിനിമ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ കാൻ സംഭവിച്ചതിന് ശേഷമാണെങ്കിലും ഈ എക്സിസ്റ്റൻസ് ഭയങ്കര, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഒരുപാട് ഗ്യാപ്പുകൾ വരുമ്പോ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ആലോചിക്കാറുണ്ട്, സിനിമകൾ വരാതെ കുറെ സമയം എടുക്കുമ്പോൾ. പക്ഷെ യെസ് എന്ന് പറയിപ്പിക്കാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊന്നും അതിന് എക്സാമ്പിൾസ് ഒന്നും പറയാതിരുന്നത്. ഓർഗാനിക്കലി വരട്ടെ എന്ന് വെച്ചിട്ട് ഡ്രോപ്പ്. അതൊരു കൈൻഡ് ഓഫ് അൺലേണിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? എന്ത് വേണമെങ്കിലും ആവാം. ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് എന്ന് തോന്നിയ കാരണം, അല്ലെങ്കിൽ അൺലേണിംഗ് ആവാം. വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. എക്സ്പെക്ടേഷൻസ് കൂടുതൽ വെക്കാതെ ഇരിക്കാനുള്ള ഒരു പ്രാക്ടീസിലാണ് ഞാനിപ്പോൾ. അത് റിലേഷൻഷിപ്പ് മീൻസ് ഫ്രണ്ട്ഷിപ്പ്, ഏത് തരം റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ അപ്പോൾ കുറച്ചും കൂടെ സമാധാനം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. ബാക്കി ഇപ്പം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടുമ്പോൾ അതൊരു ബോണസ് ആയിട്ട് എടുക്കാമല്ലോ. അപ്പം അത് ഡ്രോപ്പ് ചെയ്യാൻ തോന്നാറുണ്ട്. ഇതെനിക്കൊരു അതിശയമാണ്. കാരണം ഇന്ന് ഞാൻ വേറൊരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ആണല്ലേ? എക്സ്പെക്ടേഷൻസ് ഇല്ലെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്ന കാര്യങ്ങൾ. അതെ അതെ. ഇപ്പോൾ വെൻ യു ലുക്ക് ഫോർ എ റിലേഷൻഷിപ്പ്, ഐ എം ടോക്കിംഗ് അബൌട്ട് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ലുക്ക് ഫോർ ഇൻ എ റിലേഷൻഷിപ്പ്? പ്രൈമർലി എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്? ഇത് ഞാനൊരു 5 വർഷം മുമ്പ് പറയുകയാണെങ്കിലും ഇപ്പൊ പറയുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ ആ മൊമെന്റിൽ ജീവിക്കാൻ ഭയങ്കര പാടാണ്.
പക്ഷെ ആ മൊമെന്റിൽ ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അപ്പം അതിലാണ് ഞാനിപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലാവുന്നു, അത് ബ്രേക്കപ്പ് ആവുന്നു, അത് ചിലത് നമുക്ക് ഇപ്പം 1, 2, 3 ബ്രേക്കപ്പുകൾ സംഭവിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്, അൺലേൺ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് അങ്ങ് ഫ്യൂച്ചറിലോട്ട് ചിന്തിക്കാണ്ടിരിക്കുക. ഈ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോഴാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്, എന്തിനൊക്കെയോ വേണ്ടി ഓടുകയാണ്, എവിടെയോ കൊണ്ട് എത്തിക്കാൻ, സർക്കിൾ ഇങ്ങനെ അവിടെ കൊണ്ട് എത്തിക്കാൻ നോക്കുകയാണ്. അതിനൊന്നും നിൽക്കണ്ട, അതിനെ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള രീതിയിൽ അതിന്റെ വഴിക്ക് വിട്ടാൽ ഒരു പക്ഷേ സക്സസ് ആവും എന്ന് തോന്നിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. എനിക്കിനി ഒത്തിരി കാർഡ്സ് ചോദിക്കാൻ വന്നു. അയ്യോ, രണ്ടെണ്ണം കൂടെ. സോറി, നോട്ട് സോറി. എനിക്ക് എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയാം. ഈ സോറി പറയിപ്പിക്കാന്നുള്ളതും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി സോറി പറയുന്നതും 2 സോറികളാണെന്ന് തോന്നാറുണ്ട്. അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വളരെ മോശമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു എൻ്റെ അടുത്ത്, അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു ടൈം ഞാൻ കൊടുത്തിട്ട് പിന്നെയും ടൈമേ കൊടുക്കുന്നുള്ളൂ, ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ഇത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴും സോറിയിലൊന്നും കാര്യമില്ല. കാരണം അത് റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് അറിഞ്ഞ് അപ്പം തന്നെ സോറി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സോറി എന്നുള്ള വേർഡല്ല, അത് മനസ്സിലാക്കി അപ്പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അത് നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ സ്വപ്നങ്ങളാണ് കേട്ടോ, റിയൽ ആവാറില്ല. അല്ല, ഇങ്ങനെയൊക്കെയാണ് ലോകമെങ്കിൽ എത്ര സുന്ദരമായിരുന്നു. ഐഡിയലാണ്. സ്റ്റോപ്പ് വൈനിങ്. എന്ത് കാര്യത്തിനാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്? സ്റ്റോപ്പ് വൈനിങ്. ഒന്നെങ്കിൽ ഐ ഷുഡ് സ്റ്റോപ്പ് വൈനിങ് അബൌട്ട് ദിസ്, ഓർ ആൾക്കാർ ഷുഡ് സ്റ്റോപ്പ് ദി ഔട്ടർ സൈഡ്. ഇത് ഇന്റേർണലി ഓർ എക്സ്റ്റേർണലി. അത് ഇവിടുന്ന് അങ്ങോട്ടും ആവാം, അവിടെ നിന്ന് ഇങ്ങോട്ടും ആവാം. എനിക്ക് ഫോൺ എടുത്തില്ല, ഇപ്പൊ എനിക്ക് ഫോൺ എടുക്കാം, ഞാൻ അങ്ങോട്ടാണെങ്കിലും എനിക്കും അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്. എന്താ ഫോൺ എടുക്കാത്തത്? അത് ഫോൺ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാനും ഫോൺ എടുക്കാണ്ടിരുന്നിട്ട് അപ്പം എൻ്റെ അടുത്തും ആൾക്കാർ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാഹചര്യം, ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ, ഫോൺ സൈലന്റിൽ അല്ലെങ്കിൽ ഫോൺ എടുക്കുമല്ലോ. കോള് കണ്ടിട്ടാണല്ലോ തിരിച്ചു വിളിച്ചത്. I am sure lots of actors will agree with you. ഇവിടെ കുറേ actors ഉണ്ട് ഫോൺ എടുക്കാൻ. അതെ, എന്തെങ്കിലും ഒരു റീസൺ അതിന്റെ പുറകിൽ ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. Okay, as a wrapping up question, what do you like most about yourself, Divya? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ലൗഡായിട്ട് അതിനെ വഷളാക്കില്ല. കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് സംസാരിച്ച് എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇപ്പോഴാണ്, ഈ പറഞ്ഞ പോലെ 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല ശരിക്കും. അതൊക്കെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസിലോട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അതെ, ഇന്ന കാര്യം, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടമാണ്. അത് എപ്പോഴും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ചാടിക്കേറി ചൂടായി സംസാരിക്കുന്നതിനേക്കാളും നല്ലത്, അതെ ഇപ്പം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് എനിക്ക് തോന്നിയത് അങ്ങനെ. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് എനിക്കിപ്പോൾ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നത്തേക്കാക്കാന്ന് ഇല്ല. ഞാൻ അപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡിസ്കഷൻ സംഭവിക്കാറുണ്ട്. അപ്പം അത് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ദിവ്യയോട് കുറേയും കൂടി സംസാരിക്കാൻ, ഈ കാർഡ് മുഴുവൻ തീർക്കണം എന്നുണ്ട് ദിവ്യയുടെ കൂടെ ഇരുന്നിട്ട്. പക്ഷെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം പൂരിപ്പിക്കുക. ഐ ആം ഡാഷ്. ഐ ആം എ വുമൺ who don't have expectations from anyone. That's wonderful. I am a person with no expectations. Yes. Oh, that's amazing. Thank you so much, Divya. Thank you. Talking to you. Thank you so much. Thank you.